തൃശൂർ പീച്ചിയിലെ പോലീസ് മർദ്ദനത്തിൽ സസ്പെൻഷൻ സാധ്യത തേടി പോലീസ്. SI ആയിരുന്ന PM രതീഷിനെ സസ്പെൻഡ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ദക്ഷിണമേഖല IG-യുടെ പക്കലുള്ള റിപ്പോർട്ടിൽ നടപടിയെടുക്കാൻ DGP നിർദ്ദേശം നൽകി. ഷഫീദ് റാവത്ത് വിവരങ്ങൾ വെച്ചിരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ പോലീസ് കണ്ടതാണ് എന്നുള്ളതിന് പോലീസ് മേധാവിക്ക് വേണ്ടി ഇറക്കിയ പോലീസ് സർക്കുലർ തന്നെയാണ് സാക്ഷ്യം. കൃത്യം ഇന്നേക്ക് ഒറ്റ വർഷം മുൻപായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ അതേ ഡേറ്റിലായിരുന്നു ഒരു വർഷം മുമ്പ് ആ സർക്കുലർ ഇറങ്ങിയത്. അപ്പോൾ ഒരു നടപടി ഉണ്ടായില്ല. മാത്രമല്ല അതിന് പ്രൊമോഷൻ കിട്ടി, നക്ഷത്രം കൂടി, SHO ആയി. അപ്പോൾ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന് സസ്പെൻഡ് ചെയ്താലും പേരുദോഷമാണ്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഹഷ്മി, മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ തൃശൂർ പീച്ചിയിൽ SI ആയിരുന്ന PM രതീഷ് മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ നടപടി സാധ്യത പോലീസ് തേടുന്നത്. നിലവിൽ ഇപ്പോൾ കൊച്ചി കടവന്ത്ര സ്റ്റേഷനിൽ CI ആണ് PM രതീഷിനെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യാനാണ് ആലോചന. രതീഷിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണമേഖല IG-യുടെ ഓഫീസിൽ 8 മാസമായി കുരുങ്ങിക്കിടക്കുകയാണ്. ഈ ഫയൽ പരിശോധിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IG ശ്യാം സുന്ദർ ഇന്ന് തീരുമാനമെടുത്തേക്കും. ആദ്യം നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ തെളിവായി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പരാതിക്കാരൻ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് മൂലമുണ്ടായ സാങ്കേതിക തടസ്സമാണ് അതിന് കാരണമെന്നും പറയുന്നു. നിലവിൽ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് വഴി CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ദൃശ്യം കൂടി തെളിവായി ഉൾപ്പെടുത്തി സസ്പെൻഡ് ചെയ്യാൻ ആകുമോ എന്നാണ് പരിശോധിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ദക്ഷിണ മേഖല IG ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.